മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം. ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്, അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ്. ക്ഷമിക്കണം, ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2024 ഏപ്രിൽ 6-ാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ്. ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത്. രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത്. 2024 ഏപ്രിൽ 6-ാം തീയതി മുതൽ 2025 മാർച്ച് 29-ാം തീയതി വരെ ശനി പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ശനി 2023-ലും കുംഭത്തിലായിരുന്നു, 2024-ലും കുംഭത്തിലാണ്. 2023-നേക്കാൾ 2024 എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം? ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ്. ശനി കരിയർ, വ്യാപാരം, വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ്. ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത്. ശനിയുടെ ഒരു പ്രത്യേകത, ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും, അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ച്. ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ്. രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ്. അതുകൂടാതെ വിദ്യാഭ്യാസം, സന്താനം, വിവാഹം, ഭാഗ്യം, കർമ്മം, ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു. അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും. ഇതുവരെ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ്. രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും. ഇവിടെ മറിച്ചാണ്. ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത്. ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. വർഷം 2024 മെയ് 1-ാം തീയതി ഗുരു നിങ്ങളുടെ 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ഗുരു നിങ്ങളുടെ 1-ഉം 10-ഉം ഭാവങ്ങളുടെ അധിപനാണ്. ശനി നിങ്ങളുടെ 11-ഉം 12-ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് 7.5 ശനിയുടെ 1-ാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ്. എങ്കിലും ശനി സ്വരാശിയിലും മൂലത്രികോണസ്ഥാനത്തും നിൽക്കുന്നതിനാൽ 7.5 ശനിയുടെ പ്രഭാവത്തിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. 11-ാം ഭാവം വരവിൻ്റെ സ്ഥാനമാണ്, ലാഭസ്ഥാനമാണ്. ഐശ്വര്യവും സമ്പത്ത്, മൂത്ത സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേസമയം 12-ാം ഭാവം ടൂർ, ട്രാവൽ, യാത്രകൾ, ചിലവ്, വിദേശം, നഷ്ടം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശനി ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത്.
ശനി ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ അശുഭഫലങ്ങളുമാണ് സാധാരണ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ കുറവ് വന്നു കാണും. അതോടൊപ്പം ചിലവുകൾ വർദ്ധിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനും ഇടയാക്കി കാണും. വിദേശ സംബന്ധമായ കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ട് കാണും. സഹോദരങ്ങളുമായി കലാപങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടായി കാണും. യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിച്ചു കാണത്തില്ല. ഏപ്രിൽ 6-ാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതാണ്. അതോടെ ശനിയുടെ ശുഭഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ശനിയും ഗുരുവും തമ്മിലുള്ള ഈ ബന്ധം ഏകദേശം 1 വർഷത്തോളവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമയത്ത് വരുമാനം വർദ്ധിക്കും. പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കാനും സാധ്യതകളുണ്ട്. അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. കുടുംബത്ത് സുഖവും ശാന്തിയും അനുഭവപ്പെടുന്നതായിരിക്കും. മൂത്ത സഹോദരങ്ങളുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ശനിയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് പതിക്കുന്നതും ഭാഗ്യസ്ഥിതികൾ അനുകൂലമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. മീനം രാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രതികൂല മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. സാമ്പത്തികപരമായോ മറ്റേതെങ്കിലും രീതിയിലോ നേട്ടങ്ങളുണ്ടായാലും നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും നല്ലതല്ലെങ്കിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അതിനാൽ ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ഇതിനിടയ്ക്ക് ശനിയും ഗുരുവും കുറച്ച് സമയം വക്രഗതിയിലാകുന്നതാണ്. അതായത് ശനി ജൂൺ 30-ാം തീയതി മുതലും ഗുരു ഒക്ടോബർ 9-ാം തീയതി മുതലും വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ഈ സമയത്ത് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ അതത് സമയത്ത് ഞാൻ പ്രത്യേകം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ശനി പൂരുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.